എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുന്നേ നമ്മൾ 2 പ്രവർത്തനങ്ങൾ ചെയ്തു. ആ 2 പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നും നിങ്ങളത് പ്രവർത്തനം ചെയ്തു കാണുമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു പേപ്പർ ബാഗ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചാർട്ട് പേപ്പർ, 42x70 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ചാർട്ട് പേപ്പർ, പിന്നെ പശ, കത്രിക, സ്കെയില്, പെൻസില്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. നാട പിടിപ്പിക്കാനുള്ള ചരട്. ഇനി നമ്മൾ ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ചാർട്ട് പേപ്പറിൽ ആദ്യം 2 ഇഞ്ച് അളന്നെടുക്കുക. ഈ 70 സെന്റിമീറ്റർ ഉള്ള വശത്തേക്കാണ് നമ്മൾ ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം നമ്മൾ വരയ്ക്കുന്നു. വരച്ചത് നമ്മൾ മടക്കിയെടുക്കും. അതിനുശേഷം ഒരു സൈഡില് ഒരു 2 സെന്റിമീറ്റർ ഇല്ല, 1.5 സെന്റിമീറ്റർ അകത്തിയിട്ട് നമ്മൾ അതിൽ പശ തേക്കണം. പശ തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ 2 സെന്റിമീറ്ററിൻ്റെ ഭാഗം, 1.5 സെന്റിമീറ്ററിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കും. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഈ പശ തേച്ച് ഒട്ടിച്ച ഭാഗം മടക്കി അതിനുശേഷം നമ്മൾ 4 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഈ 4 സെന്റിമീറ്ററിൽ നമ്മൾ മടക്കുന്നു. ഇവിടെ നമ്മൾ 4 സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തി മടക്കുന്നു. രണ്ട് സൈഡും നന്നായി മടക്കി എടുത്തതിന് ശേഷം
ഈ പേപ്പറിന് ഇതിന് ഉള്ളിലേക്ക് ഈ മടക്കിനെ ഉള്ളിലേക്ക് വെച്ച് ഇത് നമ്മൾ സൈഡിലേക്ക് മറ്റേ സൈഡ് നമ്മൾ മടക്കിയതുപോലെ തന്നെ ഈ സൈഡ് ഇതിലേക്ക് മടക്കി വയ്ക്കും. ഇത് നമുക്ക് ന്യൂസ് പേപ്പറിലും ചെയ്യാവുന്നതാണ്. മടക്കിയതിന് ശേഷം അടിഭാഗം 8 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. വീണ്ടും 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. രണ്ട് സൈഡും നമ്മൾ മടക്കുന്നു. നാല് സെന്റിമീറ്ററിൽ മടക്കുന്നു. 8 സെന്റിമീറ്ററിൽ മടക്കിയതിന് ശേഷം 4 സെന്റിമീറ്റർ മടക്കുന്നു. രണ്ട് നന്നായി മടക്കണം. ഈ മടക്കി 8 സെന്റിമീറ്റർ കഴിഞ്ഞ് 4 സെന്റിമീറ്ററിന്റെ മടക്ക് വശം നമ്മളിത് ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഈ ഭാഗം നമ്മൾ പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി ഇതിങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേറൊരു പീസ് പേപ്പർ വെച്ച് കൊടുക്കും. അത് നമുക്ക് നീളം ഇതിൻ്റെ ഒപ്പത്തിനുള്ള നീളമായിരിക്കണം. പേപ്പറിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെച്ച് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ ഇതിന് പശ തേക്കും. ഇത് നിവർത്തി വെച്ച് വീണ്ടും നമ്മൾ പശ തേക്കും. തേച്ചതിന് ശേഷം ഇവിടെ നമ്മൾ വീണ്ടും പശ തേച്ച്
പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം ഇത് നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ഹോളാണ് ഇടേണ്ടത്. അതിന് മുന്നേ നമ്മൾ പേപ്പർ, കട്ടിയുള്ള പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കണം. അത് രണ്ട് സൈഡിലും ഉള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം നമ്മൾ ഹോളിടും. ഈ രണ്ട് നാട നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നു. അതുപോലെ അടുത്ത നാട രണ്ട് നാട ഇട്ടതിന് ശേഷം നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു പേപ്പർ ബാഗ് ആയി. ഇത് ന്യൂസ് പേപ്പറിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ലെയർ, ന്യൂസ് പേപ്പറിന് കട്ടി കുറവായതുകൊണ്ട് പശ തേച്ച് ഓരോ ലെയർ, അത് മൈദ പശ ഉണ്ടാക്കി അതിൻ്റെ മേലെ ഒരു ലെയറിൽ ഒരു പശ പേപ്പറിൻ്റെ മേലെ പശ തേച്ച് വീണ്ടും ന്യൂസ് പേപ്പർ വെച്ച് അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് പശ തേച്ച് അങ്ങനെ നമുക്ക് 3 or 4 ലെയർ പേപ്പർ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കവർ ഉണ്ടാക്കാം. ആ കവർ നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ഉറപ്പുണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങളെല്ലാവരും പേപ്പർ ബാഗ് ചെയ്ത് നോക്കും എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. താങ്ക് യു.